കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഭാനുമതി അമ്മ നേരെ ICUലേക്ക് കയറി ചെല്ലുവാണ് പ്രകാശിന്റെ അടുത്തേക്ക്. അപ്പൊ പ്രകാശം നെഞ്ചുവേദന കൊണ്ട് കിടന്ന് പൊളയുവാണ്. ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയുടെ മോനെ, നിനക്ക് എന്താ പറ്റിയത്, എന്തേ വിക്രം എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പ്രകാശം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള ശേഷിയില്ലമ്മേ, എനിക്ക് തീരെ വയ്യാന്ന് പറയാണ്, ഞാൻ മരിച്ചു പോകുമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭാനുമതിയമ്മ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലടാ മോനെ, ഏതോ വലിയ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്, അതിന് പണം വേണം, പണത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഒരു കാര്യം ചെയ്താലോ, ഞാൻ ആ പലിശക്കാരനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു, വേണ്ടമ്മേ, വെറുതെ അയാളുടെ പോയി അടുത്ത് പോയി നാണം കെടാന്നുള്ളൂ, അയാളിന് പൈസയൊന്നും തരാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭാനുമതിയമ്മ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയത്തില്ല, നിന്നെ രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ലമ്മയെന്നും പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് നെഞ്ചു തിരുമ്മിക്കൊണ്ട് പ്രകാശൻ അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് ഭാനുമതിയമ്മ ICUന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവനെ രക്ഷിക്കാൻ എന്താ ചെയ്യണ്ടേ എന്നറിയില്ലോ എന്ന് ഓർത്തോണ്ട് ആ ബെഞ്ച് വന്നിരിക്കുന്ന സമയത്താണ് സോണി അങ്ങോട്ട് വരുന്ന കണ്ട്. സോണിയെ കണ്ട് ഭാനുമതിയമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പം ഭാനുമതിയമ്മനെ കണ്ടപ്പത്തിന് സോണി ചോദിച്ചു, അല്ല നിങ്ങളെന്താ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടാൻ പറഞ്ഞു, അതെ മോളെ, പ്രകാശന ICU കിടക്കുവാന്ന് പറയാണ്, അവനിവിടെ അഡ്മിറ്റാ, അവന് നെഞ്ചുവേദന കൂടാല, ഡോക്ടർ പറഞ്ഞ് ഏതോ വലിയ ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്നാ പറഞ്ഞ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനിവിടെ നിൽക്കുക. അല്ല മോളെന്താ ഇവിടെ? അറിയത്തില്ലല്ലേ, നിങ്ങളുടെ കൊച്ചുമോനെ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ആൽബിയാന്റെ തലയടിച്ച് പൊട്ടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്, അറിയാവോ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൂടെ നിൽക്കുവാന്ന് പറയണം. മോളെ, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ചെയ്യുവോ, അവൻ അങ്ങനെ ചെയ്തതെന്ന് ഉറപ്പുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ്. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഭാനുമതിയും പറഞ്ഞു, മോളെ, എങ്ങനെയെങ്കിലും എൻ്റെ പ്രകാശനെ ഒന്ന് രക്ഷിക്കണം, അവനെ രക്ഷിക്കാൻ നിൽക്കുക പറ്റുള്ളൂ, എനിക്കിപ്പോൾ ആരോട് പോയി ചോദിക്കണം എന്നറിയില്ല, ഞാൻ ആകെപ്പാടെ പെട്ടൊരവസ്ഥയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സോണി പറഞ്ഞു, നിങ്ങളുടെ മോനെ രക്ഷിക്കാനോ, നല്ല കഥയായിപ്പോയി, ഇതേ അവരാണ് അയാൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് എനിക്കിപ്പോൾ ഈ ഗതി ഉണ്ടായേക്കുന്നത്, നിങ്ങളുടെ കൊച്ചുമോനെ വളർത്തി വലുതാക്കി ഈ വിധമാക്കി വിട്ടേന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, പിന്നീട് ഇപ്പോഴാണ് ഈ രണ്ടാം കല്യാണത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും സന്തോഷിക്കാൻ തുടങ്ങിയത്. ആ സമയത്താ ആ സന്തോഷം ഇല്ലാതാക്കാനായിട്ട് നിങ്ങളുടെ കൊച്ചുമോൻ വന്ന്, അറിയാവോ, ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റുന്ന കാര്യമില്ല, പിന്നെ എന്നോട് ഇങ്ങനെ നിന്ന് കെഞ്ചേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ പറഞ്ഞു, അത് മോളെ, കല്യാണിയോടെങ്കിലും പറഞ്ഞ് കല്യാണിട്ട് പറയാനാ, നല്ല കഥയായിപ്പോയി, ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കല്യാണി നിങ്ങളെ ആട്ടി ഓടിക്കും, അല്ലെങ്കിൽ കല്യാണി എന്തിനാ നിങ്ങളെ സഹായിക്കുന്നത്, സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ മകനും കൊച്ചുമോനും ചേർന്ന് അവളോട് ചെയ്തിരിക്കുന്നേ, അതുകൊണ്ട് കല്യാണി ഒരു കാരണവശാലും സഹായിക്കില്ല. ഇനി ദൈവം തമ്പുരാൻ വന്നിറങ്ങി വന്നാൽ പോലും കല്യാണി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കൂടുതൽ ഇവിടെ ഒന്നും പറയണ്ടേ. അതെ, നിങ്ങളുടെ കൊച്ചുമോളും ഭർത്താവും കൂടെ അപ്പുറം ഗൈനക്കോളജിനെ കാണാൻ വന്നിട്ടുണ്ട്, അവരോട് ചെന്ന് ചോദിച്ചു നോക്ക് സഹായം ചെയ്യാൻ പറ്റുമോന്ന്. അവര് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കല്യാണി കൊടുക്കുന്ന ശമ്പളത്താലല്ലേ അവര് കഴിയുന്നേ, കല്യാണിനെ വെറുപ്പിക്കാൻ അവർക്കും പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ മകന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഇവിടെ എന്നോട് എനിക്കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാണ്. എന്നാലും മോളെ, ഒരെന്നാലും ഇല്ല, കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്, നിങ്ങളും നിങ്ങളുടെ മോനും കൂടെയാ നിങ്ങളുടെ കൊച്ചുമോൻ ഈ വിധമാക്കി വിട്ടത്, അതുകൊണ്ടല്ലേ അവൻ ഈ പെണ്ണുങ്ങളുടെ ജീവിതമെല്ലാം നശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ മാത്രമല്ല, ആ ശരണ്യ എന്ന് പറഞ്ഞ ആ പാവം പിടിച്ച പെണ്ണിന്റെ അതിന്റെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ, ആ മനോജേട്ടനെ കോമയിലേക്ക് ആക്കി വിട്ടില്ലേ, അതെല്ലാം നിങ്ങളുടെ കൊച്ചുമോൻ ഒറ്റ ഒരുത്തൻ കാരണമാ. എന്നിട്ടോ ഇപ്പൊ ഓരോരുത്തരുടെ മുന്നിൽ തെണ്ടിത്തിരി നടക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത്തവണ സോണി അങ്ങോട്ട് കയറി പോവാണ്. ഒരു കാര്യം ഭാനുമതിയമ്മയ്ക്ക് ഉറപ്പായി, ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല, കാദംബരിയെങ്കിൽ കാദംബരി പോയി ചോദിക്കാം. അങ്ങനെ ഓർത്ത് നേരെ ഭാനുമതിയമ്മ കാദംബരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അവര് ഗൈനക്കോളജിസ്റ്റിന്റെ കാണാനായിട്ട് റൂമിന് വെളിയിലിരിക്കുമായിരുന്നു. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും, അല്ല അമ്മൂമ്മ എന്താ എവിടെയെന്ന് ചോദിക്കണം. അല്ലാതെ പ്രകാശിനെ ഇവിടെ അഡ്മിറ്റ് ആക്കി വെക്കുമ്പോളെ, അഡ്മിറ്റ് എന്തിന്, അവന് ചങ്കിന് മേനയായിട്ടോ. ഓഹോ, ചങ്കിന് മേന വന്നില്ലേ, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ്, ചങ്കിന് മേന വന്നത്. ഇത് ഇടയ്ക്ക് കാദംബരി പറഞ്ഞു, അത് വരേണ്ട കാര്യം തന്നെയായിരുന്നു. അല്ല മോളെ, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവന് വലിയ ഏതോ ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നു പറയാണ്. ഇത് കേട്ടൻ രതീഷ് പറഞ്ഞു, മരിച്ചു പോട്ടെ, എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നത്, ജീവിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല, പണ്ടേ മരിച്ചു പോണ്ട, ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കുന്നേക്കാളും നല്ലത്. ഇത് കേട്ടൻ ഭാനുമതി ഇങ്ങനെയൊന്നും പറയരുത്, കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത് മോനെ രതീഷ് എന്ന് പറയാണ്. ഞാൻ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയുന്നതാണോ, നിങ്ങളുടെ മോൻ കാണിച്ചു കൂട്ടിയതല്ലേ, എന്തൊക്കെ ദ്രോഹം ചെയ്തു ആ കല്യാണിയോടും അതും ഇവളോടും ഒക്കെ. എന്നിട്ടോ ഇപ്പോഴെങ്കിലും അയാൾക്കൊരു സ്വഭാവം ഉണ്ടാവണ്ടേ, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അയാൾ ഇനി എത്ര എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പോകുള്ളൂ, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റാൻ പറ്റില്ലെന്ന് പറയാണ്.
കാദംബരി പറഞ്ഞു, 5 രൂപ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കണ്ട, വെറുതെയാ, ഞങ്ങൾ 5 രൂപ പോലും തരില്ല എന്ന് പറയാണ്. മോളെ അങ്ങനെ പറയരുത്, നിന്റെ അച്ഛനല്ലേ ആ കിടക്കുന്നേ. അതെ, അച്ഛനാന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ സെന്റിമെന്റ്സേ ഇല്ല. കാരണം അങ്ങേര് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ. രതീഷും പറഞ്ഞു, ശരിയാ, ഇനി അയാളെ രക്ഷിക്കാൻ പോയിട്ടുണ്ടെങ്കിലേ നമ്മളെ ആയിരിക്കും ദൈവം ശിക്ഷിക്കാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് ക്രൂരനായ അയാള്. അതുപോലത്തെ നെറിട്ട് പണികളൊക്കെ അല്ലേ ചെയ്തു വെച്ചേ. അതുകൊണ്ട് ഇനി ഇവിടെ കിടന്ന് കൂടുതൽ വില കണ്ട പോകാൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഭാനുമതിയമ്മയ്ക്ക്. ഭാനുമതി അമ്മ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണിയും കിരണും ദീപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ പറഞ്ഞു, അതെ, കിരണിനോട് പറഞ്ഞു, മോൻ ഒരു വിഷമം വേണ്ട കേട്ടോ. എനിക്ക് അങ്ങേരുടെ കാര്യമോ അങ്ങേരുടെ മകന്റെ കാര്യം ഓർത്തിട്ട് ഒരു ടെൻഷനും ഇല്ല. അങ്ങേര് മരിച്ചു പോയാൽ പോലും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങേർക്ക് നെഞ്ചിന് വേദന ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായെന്നല്ല പറഞ്ഞേ. അയാൾ അവിടെ കിടന്ന് മരിച്ചോട്ടെ, എന്നാലും മോള് സഹായിക്കാൻ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിനു മുമ്പ് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെല്ലാം അയാൾ തിരിഞ്ഞു കൊത്തിയിട്ടല്ലേ ഉള്ളൂ. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കുമെന്ന് പറഞ്ഞ കണക്ക് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ നേരെ തിരിയും. അതുകൊണ്ട് ഇനി സഹായിക്കേണ്ട ആവശ്യമില്ല. അയാൾ അവിടെ കിടന്ന് മരിക്കട്ടെ. അയാൾ മരിക്കുവാണെങ്കിലോ ആ വിക്രം എന്ന് പറയുന്ന അവൻ ഇനിയെങ്കിലും നന്നാവുള്ളൂ. അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ ഒരിക്കലും നന്നാവാൻ പോലെന്ന് പറയണം. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. സ്വഭാവം വെച്ച് ഒരു കാരണവശാലും സഹായിക്കാൻ കൊള്ളില്ലാത്ത കൂട്ടമാണെന്ന് പറയാണ്. ഈ സമയത്ത് കല്യാണിന്റെ ഫോൺ അടിക്കുന്നത് നോക്കിയപ്പോൾ കാദംബരി ചേച്ചിയാ. കാദംബരി ചേച്ചി ആളെന്ന് ഓർത്ത് കോൾ എടുക്കുകയാണ്. എന്താ കാദംബരി ചേച്ചിന്ന് ചോദിക്കണം. അല്ല, അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അമ്മൂമ്മ ഒന്ന് സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയാണ്. എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ഉണ്ടേ പോലും അച്ഛൻ്റെ മുഖം ഓർക്കും കൊടുക്കാൻ തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ കല്യാണം, ചേച്ചി ഒന്നും കൊടുക്കാനൊന്നും പോകണ്ട, ചേച്ചിക്ക് ഡെലിവറിയൊക്കെ അടുത്ത് വരുമല്ലേ, ചേച്ചിയുടെ കയ്യിൽ എപ്പോഴും പൈസ വേണം, അതുകൊണ്ട് ചേച്ചി അത് നോക്കുകയും വേണ്ട, മൈൻഡ് ചെയ്യുകയും പോലും വേണ്ടാന്ന് പറയണം. ഞാൻ സഹായിച്ചാനും, പക്ഷെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ദുഷ്ടത്തരമൊക്കെ ഓർത്തിട്ടാ എനിക്ക് സഹിക്കാൻ വരാത്തെ. ഇതേടെ വെച്ചു, അല്ല വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ, അവൻ എവിടെയാന്ന് ചോദിക്കുകയാണ് കാദംബരി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി വെച്ചു, അല്ല കാദംബരി ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ. ഇല്ല, വിക്രം അകത്താ, അവൻ ജയിലില്ല എന്ന് പറയണ. ശരണ്യോടും സോണിയോടും എല്ലാം ചെയ്ത ക്രൂരതയുടെ ഫലമായിട്ട് അവനിപ്പോ അകത്താന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാദംബരിയോട്, ആഹാ കൊള്ളാലോ, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയണം. അങ്ങനെ അവൻ ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് കിരണിനോട് പറഞ്ഞു, കാദംബരി ചേച്ചി അറിഞ്ഞില്ലായിരുന്നു വിക്രം ജയിലില്ല എന്നുള്ള കാര്യം, ഇപ്പോഴാ അറിഞ്ഞേന്നൊക്കെ പറയണം. ഈ സമയത്ത് കാദംബരി രതീഷിനോട് കാര്യങ്ങളൊക്കെ പറയാം. അതെ, അവനുണ്ടല്ലോ, അവന്റെ ദുഷ്ടതരത്തിന് നല്ല ശിക്ഷ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, അന്നെങ്കിൽ ഇപ്പൊ അമ്മൂമ്മ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കൊച്ചുമാന്റെ ഈ വിശേഷ വർത്താനം ഒന്ന് പോയി അറിയിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്ന് പോയി അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നൈയും ഭാനുമാതിമയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഇരിക്കുമായിരുന്നു. ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ കൊച്ചുമാൻ വിക്രത്തിന് എന്താ സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കണം. ഇല്ല മോനെ, അവൻ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അവൻ കോടതിയിലേക്ക് പോയിട്ട് ഇതിനായിട്ട് തിരിച്ചു വന്നിട്ടില്ലെന്ന് പറയാം. അതെ, അവൻ ജയിലില്ല. എന്തിനാണെന്നറിയാവോ, അവൻ ചെയ്ത ക്രൂരതയ്ക്കെല്ലാം അവൻ നല്ല തിരിച്ചടി കിട്ടിയെന്ന് പറയാണ്. ഇത് കേട്ടതും ഭാനുമതിയമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. പെട്ടെന്ന് ജതീഷ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, കൊച്ചുമോന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയല്ലോ. വെറുതെ അല്ല നിങ്ങളും നന്നാവില്ലെന്ന് പറഞ്ഞത്, കൊച്ചുമോന്റെ കയ്യിലിരിപ്പോണ്ടല്ല അങ്ങനെ സംഭവിച്ചേ. അല്ല അത് മോനെ, അവനെന്റെ കൊച്ചുമോനായി പോയില്ലേ, അതുകൊണ്ട് എന്താ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ആരും വിശ്വസിക്കില്ല. ഇനിയാണെങ്കിലും എൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ നേരാമണ്ണം ജീവിക്കുള്ളൂ എന്ന് പറയണം. ആരും ഒരു കുറ്റം ഒന്നും പറയില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രതീഷ് പറഞ്ഞു, ഞങ്ങളിത് എത്ര കേട്ടിട്ടുള്ള അമ്മൂമ്മേ, അതുകൊണ്ട് ഇതിനകത്ത് അത്ര വലിയ പുത്തിരി ഉണ്ടെന്ന് തോന്നില്ല. കൊച്ചുമോൻ ഇനിയിപ്പം ജയിലിലായതുകൊണ്ട് അച്ഛനെ നോക്കാനായിട്ട് ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷയും വേണ്ട. ഇനിയിപ്പോൾ ആര് വന്ന് രക്ഷിക്കുമെന്നോർത്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ആരും രക്ഷിക്കാൻ പോകുന്നില്ല, അങ്ങേരെ അവിടെ കിടന്ന് മരിക്കുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ ഭാനുമതിയും പറഞ്ഞു, രതീഷേ മോനെ അങ്ങനെയൊന്നും പറയല്ലേടാ, നീ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിത്താ, എനിക്ക് വേറെ ആരുടെയും കാലിൽ പോയി പിടിച്ച് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഓഹോ അങ്ങനെയാണല്ലേ, അന്നെങ്കിൽ ആ പ്രതീക്ഷ അങ്ങോട്ട് വിട്ടാരെ. കല്യാണി പോലും സഹായിക്കാതിരിക്കുന്ന ഈ അവസ്ഥ എടുത്ത് ഞങ്ങൾ സഹായിക്കുന്നോ? കല്യാണി എന്തുകൊണ്ടാണ് സഹായിക്കാതിരിക്കുന്ന അറിയാലോ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് മാത്രമാണ്, നിങ്ങൾ അത്രമാത്രം ദ്രോഹമല്ലേ അവളോട് ചെയ്തത്. അവിടെ നാണമില്ലേ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരും മുന്നിൽ കൈകൂപ്പി നടക്കാനെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുണ്ട്. പിന്നീട് കാണിക്കുന്നത് കല്യാണി രൂപയുടെ അടുത്തേക്ക് വരുവാണ്. രൂപയുടെ അടുത്ത് വന്നതിന് ശേഷം വർത്താനം പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് വിക്രത്തിനെ കുറിച്ചും പ്രകാശിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. പ്രകാശിന് ഐസിയുവിൽ അന്നെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞ് രൂപ പറഞ്ഞു, അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതേപോലെ ഒരു ദുഷ്ടനല്ല അയാളെ സഹായിക്കണമെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ കല്യാണിന്റെ ഇഷ്ടം തന്നെയാന്ന് പറയണം. കല്യാണി പറഞ്ഞു, എനിക്ക് സഹായിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന സ്വഭാവമുള്ള അച്ഛൻ്റെ. ഇത് ഒരു തവണയല്ല 9 തവണ അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ തവണ മൈൻഡ് ചെയ്യായിരുന്നേന്ന് പറയാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് ശാരി വരുന്നത്. ശാരിയുടെ കാറൊന്നും ശാരി ഓർത്തേ
ഇതന്നെ അപ്പുറത്തെ കാറാണല്ലോ, അവറ്റുകൾ ഇവിടെ ഉണ്ടോ, കിട്ടിയവനും കിട്ടിയോളും, എന്തിനായിരിക്കും പോലും വന്നേ, നേരിട്ട് അങ്ങോട്ട് കയറി ചെന്നാലോ, അല്ലേ വേണ്ട. അപ്പം അതൊക്കെ പമ്മി ഇന്ന് രഹസ്യമായിട്ട് കേൾക്കാം അവറ്റുകൾ എന്താ പറയണേന്ന്, അതാദ്യം കേൾക്കാന്നോർത്ത് അങ്ങനെ രൂപ കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് കേൾക്കാനായിട്ട് ശാരി പതുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് രൂപ കല്യാണി ചോദിച്ചു, അല്ല കല്ലുമോൻ എന്തിയേ? കല്ലുമോനെ കണ്ടു കൊഞ്ചിച്ചു കുറേ ദിവസമല്ലോ എന്ന് പറയണം. അവനെ കൊണ്ടുവരാമേ, ഇനി എപ്പം വേണം വരാലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങോട്ട് വരാലോ, തടസ്സങ്ങളൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു, ശരിയാ മോള് പറഞ്ഞേ, എപ്പം വേണം വരാം, എനിക്കിപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അപ്പം ഇത് കേട്ടോണ്ട് പുറത്ത് നിന്ന ശാരി ഒന്ന് ഞെട്ടുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.